സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള 1500 വാക്കുകൾ എന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ 9 ചാപ്റ്ററുകൾ നമ്മൾ കഴിഞ്ഞു. ഇത് 10ാമത്തെ ചാപ്റ്ററാണ്. ഇതിൽ നമ്മൾ ഉപയോഗിച്ചുള്ള ബാക്കി 33 വാക്കുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് പഠിച്ച ഒരു വാക്കെങ്കിലും പുതുതായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ എഴുതുക. ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. ഇവാപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ നീരാവിയാവുക എന്നർത്ഥം. ഇവാപ്പറേറ്റ്, ഇവാപ്പറേറ്റഡ്, ഇവാപ്പറേറ്റഡ്. V1, V2, V3. Water evaporates at 101 degrees Celsius. ഇവിടെ ശ്രദ്ധിക്കേണ്ട 2 കാര്യമുണ്ട്. ഒന്ന്, നമ്മൾ വാട്ടർ എന്നുള്ളത് എപ്പോഴും ഒരു സിംഗുലർ ആയിരിക്കും. കാരണം എന്താണ്, നമുക്ക് എണ്ണാൻ പറ്റാത്തൊക്കെ സിംഗുലറാണ് നമ്മൾ പഠിച്ചതാണ് അല്ലേ. അതുകൊണ്ടാണ് ഇവാപ്പറേറ്റ്സ് എന്ന് വന്നത്. രണ്ടാമത് പറഞ്ഞത് 101 എന്നുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 0 എന്നുള്ളത് ഇടയ്ക്ക് വന്നാൽ നോട്ട് എന്ന് ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണം 206 എന്ന് പറഞ്ഞാൽ 206 എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ 0ക്ക് നോട്ട് എന്ന് ഇംഗ്ലീഷുകാർ ഉപയോഗിക്കാറുണ്ട്. ജസ്റ്റ് ഒന്ന് പഠിക്കുക, അത്രേ ഉള്ളൂ. ഈവൻ ദോ, എന്നിരുന്നാലും, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എങ്കിൽ പോലും എന്നുള്ളതാണ്. ദേ സർവൈവ്ഡ് ഈവൻ ദോ ദ ബിൽഡിംഗ് വാസ് ഡിസ്ട്രോയിഡ്. അവര് രക്ഷപ്പെട്ടു. സർവൈവ് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുക അല്ലെ. ഈവൻ ദോ, എന്നിരുന്നാലും, ദ ബിൽഡിംഗ് വാസ് ഡിസ്ട്രോയിഡ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരു പാസീവ് വോയിസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ. ശ്രദ്ധിക്കുക, നമ്മൾ പാസീവ് വോയിസ് പഠിച്ചതാണ്, പഠിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പഠിക്കാം. ഇവന്റ്, പരിപാടികൾ. ദേ ആർ ഹോൾഡിംഗ് സെവറൽ ഇവന്റ്സ് ടു റേസ് മണി ഫോർ ദ ചാരിറ്റി മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയുള്ളതാണ് അല്ലേ. ദേ ആർ ഹോൾഡിംഗ്, അവർ ഒരുപാട് നടത്തുന്നു എന്നുള്ളതാണ് അവിടെ ഹോൾഡിംഗ് എന്നുള്ള ഉദ്ദേശിക്കുന്നത്. ദേ ആർ ഹോൾഡിംഗ് സെവറൽ ഇവന്റ്സ്, ഒരുപാട് പരിപാടികൾ നടത്തുന്നു. എന്തിനു വേണ്ടി? ടു റേസ് മണി ഫോർ ചാരിറ്റി. ഓക്കെ, ചാരിറ്റിക്ക് വേണ്ടി പണം റേസ് ചെയ്യാൻ വേണ്ടി, ഉണ്ടാക്കാൻ വേണ്ടി. എവർ, ഇപ്പോൾ വരെ. ഇറ്റ് വാസ് ദ ബിഗ്ഗസ്റ്റ് ഫാഷൻ ഇവൻറ്റ് ഐ എവർ അറ്റൻഡഡ്. ഞാൻ ഇന്ന് വരെ അറ്റൻഡ് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും വലിയൊരു ഫാഷൻ ഇവൻ്റ് ആയിരുന്നു, ഒരു ഫാഷൻ പരിപാടിയായിരുന്നു. എവ്രി എന്നുള്ളത് എല്ലാം എന്നുള്ള അർത്ഥം. ഹി നോസ് എവ്രി സോങ് ദാറ്റ് പ്ലേഡ് ഇൻ ദ കൺസേർട്ട്. അവന് ആ കൺസേർട്ട് എന്ന് ഗാനമേളയിൽ പാടിയ എല്ലാ പാട്ടും അറിയാമായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടൊരു കാര്യം എന്താണ്, നമ്മൾ ഈ പഠിക്കുന്ന ഈ 1500 വാക്കൊക്കെ സിമ്പിൾ അല്ലേ, നമുക്ക് അറിയാവുന്ന തന്നെയാണ്. ഇത് തന്നെയാണ് ഞാനും പറഞ്ഞു വരുന്നത്. എന്താണ്, നമുക്കറിയാവുന്ന വാക്കുകൾ തന്നെയാണ്. നമുക്കൊരു കോൺഫിഡൻസ് കുറവുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാതിരിക്കുന്നത്. എവിഡൻസ്, തെളിവ്. ദ പോലീസ് ബ്രോട്ട് സോളിഡ് എവിഡൻസ് ടു കോർട്ട്. സോളിഡ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ ശക്തമായ തെളിവ് എന്നുള്ളതാണ്. ബ്രിങ്ങിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ബ്രോട്ട്. ഓക്കെ, ബ്രിങ് നമ്മൾ പഠിച്ചാണ് അല്ലേ, കൊണ്ടുവരിക, എത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, എന്താണ്, പോലീസ് വളരെ ശക്തമായിട്ടുള്ള തെളിവുകൾ കോടതിയിൽ കൊണ്ടുവന്നു. ഈവിൾ, പൈശാചികമായ. ദാറ്റ് വാസ് എൻ ഈവിൾ ആക്ട്. എക്സാക്ട് എന്ന് പറഞ്ഞാൽ കൃത്യം എന്നുള്ളതാണ്. വി റീച്ച്ഡ് അറ്റ് ദ എക്സാക്ട് ടൈം ഫോർ ദ എക്സാമിനേഷൻ. കൃത്യം സമയത്ത് തന്നെ, എക്സാമിനേഷൻ്റെ കൃത്യസമയത്ത് നമ്മൾ എത്തിയല്ലേ. അതിന് മറ്റൊരു വാക്ക് നമുക്ക് പറയാം അല്ലേ, ഓൺ ടൈം എന്നുള്ളത് പറയാം. നമുക്കത് സമയമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇത് കൃത്യം എന്നുള്ളത് എവിടെ വേണ്ട ഉപയോഗിക്കാം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ പഠിക്കുന്നത്. എക്സാമിൻ, സൂക്ഷ്മ പരിശോധന. എക്സാമിൻഡ്. The customs officers examined his bag. Customs officers അവൻ്റെ ബാഗ് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കി. എക്സാമ്പിൾ, ഉദാഹരണം. I will give you an example. എക്സലൻറ്റ്, വളരെ നല്ലത്. ഹി ഗോട്ട് ആൻ എക്സലൻറ്റ് സ്കോർ ഇൻ ദ എക്സാമിനേഷൻ. അവന് നല്ല സ്കോർ കിട്ടി. എക്സെപ്റ്റ്, ഒഴികെ. ഐ ഹാവൻറ്റ് ഇൻവൈറ്റഡ് എനിബഡി എക്സെപ്റ്റ് റെക്സിനെ ഒഴികെ വേറെ ആരെയും ഞാൻ വിളിച്ചില്ല എന്നാണ് പറയുന്നത്. എക്സ്ചേഞ്ച്, വെച്ചുമാറ്റം. എക്സ്ചേഞ്ച്ഡ് V1, V2, V3 ആണ്. ദ എക്സ്ചേഞ്ച്ഡ് ദർ പെൻ. നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യും അല്ലേ, പരസ്പരം കൈമാറും അല്ലേ, ചുമല കൊടുത്തിട്ട് പച്ച വാങ്ങിക്കുകയൊക്കെ ചെയ്യും അല്ലേ ചെറുപ്പത്തിലൊക്കെ. എക്സ്ചേഞ്ച് ഗ്രീറ്റിംഗ്സ്. ഇവിടെ എക്സ്ചേഞ്ച് തന്നെ പരസ്പരം അഭിവാദനം ചെയ്യുന്നതിനാണ് ഈ എക്സ്ചേഞ്ച് ഗ്രീറ്റിംഗ്സ് എന്ന് പറയുന്നത്. എക്സ്ക്യൂസ്, മാപ്പ് കൊടുക്കുക അല്ലെങ്കിൽ മുട്ടായുക്തി പറയുക എന്നുള്ളൊരർത്ഥവുമുണ്ട്. നോ എക്സ്ക്യൂസസ് പ്ലീസ്. ഓക്കെ, അതിന് മാപ്പില്ല അല്ലെങ്കിൽ അതിന് അങ്ങനെ പറയാൻ പറ്റില്ല. ഐ ഡോണ്ട് വോണ്ട് ടു ലിസൺ എനി എക്സ്ക്യൂസസ്. ഒന്നും പറയുന്നത് എനിക്ക് കേൾക്കണ്ട, എനിക്ക് ഒരു മുട്ടായുക്തിയും കേൾക്കണ്ട എന്ന് പറയാറില്ലേ. എക്സിക്യൂട്ട്, കൊല്ലുക, നടപ്പിലാക്കുക എന്നുള്ളൊരു അർത്ഥവും കൂടിയുണ്ട് എക്സിക്യൂട്ടിന്. ഹി വാസ് എക്സിക്യൂട്ടഡ് യെസ്റ്റർഡേ മോർണിംഗ്. അവനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കി ഇന്നലെ രാവിലെ എന്നാണ് പറഞ്ഞത്. എക്സസൈസ്,
പരിശീലനം അല്ലെങ്കിൽ ശക്തി പ്രകടനം എന്നുള്ളൊരു അർത്ഥമുണ്ട്. മിലിറ്ററി എക്സസൈസ്, പലപ്പോഴും ഒരു ശക്തി പ്രകടനമായിരിക്കും മിലിറ്ററി നടത്തുന്നത്. എക്സസൈസ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് ഫോർ മെയിൻറ്റെയിനിങ് ഗുഡ് ഹെൽത്ത്. ഈ റിയലി ഇമ്പോർട്ടൻറ്റിന് നമുക്ക് പറയാവുന്ന മറ്റൊരു നല്ല വാക്കുണ്ട്, വൈറ്റൽ എന്നുള്ളത്. അപ്പോൾ നമ്മളത് ഇച്ചിരി കൂടിയൊരു വാക്കല്ലേ, അത് പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. മെയിൻറ്റെയിനിങ് ഗുഡ് ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതിന് എൻ്റെ അർത്ഥം. എക്സൈൽ, വേറെ നാട്ടിൽ അഭയാർത്ഥിയായിട്ട് ജീവിക്കുന്നതിനാണ് എക്സൈൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നാട് വിടുക, നാട് കടത്തുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഹി ലിവ്ഡ് ഇൻ എക്സൈൽ, എന്നിട്ട് വേറൊരു സ്ഥലത്ത് അഭയാർത്ഥിയായിട്ട് ജീവിച്ചു എന്നാണ് പറയുന്നത്. എക്സിസ്റ്റ്, ഉണ്ടായിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ ഉണ്ടായിരിക്കുക. എക്സിസ്റ്റഡ് ഉണ്ടായിരുന്നു എന്നാണ് അല്ലേ. ഡൈനോസോഴ്സ് എക്സിസ്റ്റഡ് ഓൺ ദ എർത്ത്, ഡൈനോസോഴ്സ് ഉണ്ടായിരുന്നു ഭൂമിയിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ്പാൻഡ്, വികസിപ്പിക്കുക. എക്സ്പാൻഡഡ് V1 V2 V3. എക്സ്പാൻഡഡ് ഹിസ് ബിസിനസ് ടു തമിഴ്നാട്. എക്സ്പെക്ട്, നടക്കുമെന്ന് വിശ്വസിക്കുക, പ്രതീക്ഷിക്കുക. ഐ എക്സ്പെക്ട് എ ഗുഡ് സാലറി ഹൈക്ക് ദിസ് ഇയർ. ഓക്കെ, ഞാൻ എന്താണ് പ്രതീക്ഷിക്കുന്നത്? നല്ലൊരു സാലറി ഹൈക്ക് എന്ന് പറഞ്ഞാൽ ഉയർച്ച എന്നുള്ളതാണ് അല്ലേ. നല്ലൊരു സാലറി കൂട്ടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ. ഒരു കാരണവശാലും കിട്ടത്തില്ല. ഷീ ഈസ് എക്സ്പെക്ടിങ് നെക്സ്റ്റ് മന്ത്. ഓക്കെ, ഇവിടെ ഈ ഈസ് എക്സ്പെക്ടിങ് എന്നുള്ളതിന് പ്രസവിക്കുക എന്നുള്ളൊരു അർത്ഥമാണ്. ഇവിടെ ശ്രദ്ധിക്കുക, അത് കണ്ടിന്യൂസ് ടെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഷീ ഈസ് എക്സ്പെക്ടിങ് നെക്സ്റ്റ് മന്ത് ഈ അർത്ഥത്തിൽ, പ്രസവിക്കുക എന്നുള്ളൊരു അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ. എക്സ്പെൽ, പുറത്താക്കുക. എക്സ്പെൽഡ്. ഹിസ് മാനേജർ എക്സ്പെൽഡ് ഹിം ഫ്രം ദ കമ്പനി. ഓക്കെ, കമ്പനിയിൽ നിന്ന് അവനെ പുറത്താക്കി. എക്സ്പീരിയൻസ്, കടന്നു പോകുന്ന അവസ്ഥ. ഇത്ര നാൾ ചെയ്ത ഒരു പരിചയം, രണ്ടർത്ഥമുണ്ടല്ലോ. ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ കടന്നു പോകുന്നൊരു അവസ്ഥ. ഷീ എക്സ്പീരിയൻസ്ഡ് ഗ്രേറ്റ് പെയിൻ. ഓക്കെ, അവൾ വളരെ വലിയൊരു പെയിനിൽ കൂടെയാണ് കടന്നു പോയത് എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ കടന്നുപോയി. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, മലയാളത്തിലൊക്കെ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടല്ലേ, ക്ഷമിക്കുക. ഹി ഹാസ് 7 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ മാർക്കറ്റിംഗ്. ഓക്കെ, അവൻ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? 7 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അവിടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഹീസ് ഹാവിങ് 7 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ മാർക്കറ്റിംഗ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, ING ഹാവിൻ്റെ കൂടെ ചേർക്കുന്നതിന് ചില പ്രശ്നങ്ങളുണ്ടല്ലേ, അത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് പഠിക്കുക. അപ്പോൾ ഹി ഹാസ് എന്നുള്ളതാണ് പറയേണ്ടത്. ഓക്കെ, അവനൊരു കാറുണ്ട്, ഹി ഹാസ് എ കാർ. ഹീസ് ഹാവിങ് എ കാർ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അത് തെറ്റാണ്. പക്ഷേ എന്താണ് ഈ ഹാവിനെ കഴിക്കുക എന്നുള്ളൊരു അർത്ഥമുണ്ട്. ഹീസ് ഹാവിങ് ഹിസ് മീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ്റെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മീൽ എന്നുള്ളൊരു അർത്ഥത്തിന്, ഇതിന് വാക്കിനും ഭക്ഷണം എന്നുള്ളൊരു അർത്ഥം മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ നാട്ടിൽ കൂടെയൊക്കെ ഹോട്ടലിന് മുമ്പിൽ മീൽസ് റെഡി എന്ന് നമ്മൾ ഉച്ചഭക്ഷണത്തിനാണ് ഉദ്ദേശിച്ചുകൊണ്ട് എഴുതാറുണ്ട്. സത്യത്തിൽ മീൽസ് എപ്പോഴും റെഡിയാണ് അല്ലേ ഹോട്ടലിൽ. കാരണം എന്താണ്? ഭക്ഷണം എന്നുള്ളൊരർത്ഥം മാത്രമേ മീൽസിനുള്ളൂ. ശ്രദ്ധിക്കുക. ഓക്കെ, മീൽ. എക്സ്പീരിമെൻറ്റ്, പരീക്ഷണം. ദ എക്സ്പീരിയൻറ്റ് വാസ് റിയലി സക്സസ്ഫുൾ. ഓക്കെ, വളരെ സക്സസ്ഫുൾ ആയിരുന്നു, വിജയപ്രദമായിരുന്നു. എക്സ്പെർട്ട്, വിദഗ്ധൻ. ഹി വാണ്ട്സ് ടു ബിക്കം ആൻ എക്സ്പെർട്ട് ഇൻ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്. ഓക്കെ, അവന് കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിൽ ഒരു എക്സ്പെർട്ട് ആകണം എന്നുള്ള ആഗ്രഹമുണ്ട്. എക്സ്പ്ലെയിൻ, വിശദീകരണം. എക്സ്പ്ലെയിൻഡ്. The salesman explained to us everything about the operation of the washing machine. നമ്മൾ ആദ്യമായിട്ട് വാഷിംഗ് മെഷീൻ വാങ്ങിക്കും, ഇത് എങ്ങനെയൊക്കെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അറിയത്തില്ലേ. അപ്പോൾ സാധാരണ സെയിൽസ്മാൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാറില്ലേ. ഓക്കെ, എക്സ്പ്ലോഡ്, പൊട്ടിത്തെറിക്കുക. എക്സ്പ്ലോഡഡ്. എ ബോംബ് എക്സ്പ്ലോഡഡ് നിയർ ദ സിറ്റി സെൻറ്റർ. ഓക്കെ, ദേഷ്യം വന്ന് പൊട്ടിത്തെറിക്കുന്നത് നമുക്ക് ഇത് പറയാൻ വേണ്ടി പറ്റും. എക്സ്പ്ലോർ, വിശദമായി കണ്ട് നടക്കുക, അല്ലെങ്കിൽ വിശദമായി പരിശോധിക്കുക എന്നുള്ള രണ്ടർത്ഥമുണ്ട്. എക്സ്പ്ലോർഡ്. We explored Goa in 10 days. Okay, വിശദമായിട്ട് 10 ദിവസം കൊണ്ട് കണ്ടല്ലേ. എക്സ്പോർട്ട്, കയറ്റി അയക്കുക. exported. We export different spices like cardamom to the United States. ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യാറുണ്ടല്ലേ. എക്സ്പ്രസ്, വിശദമായിട്ട് വ്യക്തമായിട്ട് പറയുക അല്ലെങ്കിൽ അറിയിക്കുക എന്നുള്ളതാണ്. expressed. He expressed his problems in the മീറ്റിംഗിൽ അവൻ്റെ പ്രശ്നങ്ങൾ അവൻ വിശദമായിട്ട് പറഞ്ഞു. എക്സ്റ്റെൻഡ്, നീട്ടുക. extended. Our company has extended my job contract. ഓക്കെ, ആ ജോലിക്കുള്ള കോൺട്രാക്റ്റ് ഉണ്ടല്ലോ, അത് എക്സ്റ്റെൻഡ് ചെയ്തു. ചിലപ്പോൾ ആദ്യം നമ്മളെ ടെമ്പററി ആയിട്ടായിരിക്കും എടുത്തല്ലേ, അത് എക്സ്റ്റെൻഡ് ചെയ്തു. എക്സ്ട്രാ, കൂടുതൽ. I asked for extra chicken fry. ഓക്കെ, കൂടുതൽ ചിക്കൻ ഫ്രൈ ചോദിച്ചല്ലേ. എക്സ്ട്രീം, അങ്ങേയറ്റത്തെ, വളരെ കൂടുതൽ എന്നുള്ളൊരു അർത്ഥമുണ്ട്. ഓക്കെ,
The hose had an extreme amount of pressure. ഓക്കെ, ഹോസിനകത്ത് നമ്മളതിന് ഹോസ് എന്ന് പറയും അല്ലേ, ഹോസാണ് കറക്റ്റ്. അതിനകത്ത് ഭയങ്കര പ്രഷർ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഹാഡ് എൻ എക്സ്ട്രീം എമൗണ്ട് ഓഫ് പ്രഷർ. ഓക്കെ, അല്ലെങ്കിൽ എക്സ്ട്രീം കോൾഡ് എന്ന് നമുക്ക് പറയാം. ഭയങ്കരമായിട്ടുള്ള തണുപ്പ്, എക്സ്ട്രീം ഹോട്ട്, ഭയങ്കരമായിട്ടുള്ള ചൂട്. എക്സ്ട്രീമിസ്റ്റ്, തീവ്ര ചിന്തയുള്ള വ്യക്തിക്കാണ് എക്സ്ട്രീമിസ്റ്റ് എന്ന് പറയുന്നത്. The extremist was arrested by the police last Sunday. ഓക്കെ, ആ തീവ്രവാദി എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അല്ലേ. ആ തീവ്രവാദിയെ അറസ്റ്റ് ചെയ്തു പോലീസ് എന്ന് കഴിഞ്ഞ സൺഡേയിൽ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.